ഒരു തവണ വായിച്ചാലും 2 തവണ വായിച്ചാലും എത്ര തവണ വായിച്ചാലും പിന്നെയും പിന്നെയും നമുക്ക് വായിക്കണമെന്ന് തോന്നുന്ന വളരെ ചുരുക്കം ചില നോവലുകളോ കഥകളോ ഒക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എത്ര തവണ വായിച്ചാലും എനിക്ക് മടുക്കാത്തൊരു നോവലാണ് ബ്രോം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള. അപ്പോൾ നമുക്ക് നമ്മുടെ വായന ഡ്രാക്കുളയിലൂടെ ആരംഭിക്കാം. അധ്യായം 1, ജൊനാഥൻ്റെ ഡയറി. ബിസ്ട്രിക്സ്, മെയ് 3. മെയ് 1-ാം തീയതി വൈകുന്നേരം 8:35 മ്യൂണിച്ചിൽ നിന്ന് പുറപ്പെട്ടു. കാലത്ത് വിയന്നയിലെത്തി. 6:45 എത്തേണ്ടതായിരുന്നു. വണ്ടി 1 മണിക്കൂർ വൈകി. കണ്ടിടത്തോളം കൊണ്ട് ബുഡാപെസ്റ്റ് ഒരു അത്ഭുത നഗരം തന്നെ. നഗരത്തിൽ കുറേ നേരം ചുറ്റി നടന്നു. അധിക ദൂരം പോയില്ല. ഡാന്യൂബിൻ്റെ മുകളിലെ വലിയ പാലങ്ങളിൽ പണ്ടത്തെ തുർക്കി ഭരണത്തിൻ്റെ പ്രതാപം തങ്ങി നിൽക്കുന്നു. അവിടെ നിന്ന് സമയത്ത് തന്നെ പുറപ്പെട്ടു. അന്തിമയങ്ങുമ്പോൾ ക്ലോസൻബർഗിലെത്തി. രാത്രി റോയൽ ഹോട്ടലിലാണ് താമസിച്ചത്. കുരുമുളക് ചേർത്ത് പൊരിച്ച കോഴി അത്താഴത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിച്ചു. പക്ഷേ ദാഹം സഹിക്കില്ല. ഇവിടങ്ങളിൽ അതൊരു മുഖ്യ വിഭവമാണത്രേ. കുറച്ച് ജർമ്മൻ അറിയുന്നത് വലിയ രക്ഷ. അതറിഞ്ഞിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ ആവോ. ലണ്ടനിലായിരുന്നപ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ ഗ്രന്ഥാലയത്തിൽ ട്രാൻസിൽവാനിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിലൂടെയും ഭൂപടങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ചു. അന്നാട്ടിലെ ഒരു പ്രഭുവുമായാണല്ലോ ഇടപെടേണ്ടത്. നാടിനെക്കുറിച്ച് അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച് ഒക്കെ നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നന്നെന്ന് കരുതി. അദ്ദേഹം പറഞ്ഞ ജില്ല രാജ്യത്തിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്താണെന്ന് തോന്നുന്നു. ട്രാൻസിൽവാനിയ, മോൾഡാവിയ, ബുക്കോവിന എന്നീ 3 സ്റ്റേറ്റുകളെ തൊട്ട് തഴുകിക്കൊണ്ട് കാർപാത്യൻ മലനിരകളിലാണ് അത് കിടക്കുന്നത്. പ്രകൃതി കൊണ്ട് യൂറോപ്പിൽ വെച്ച് ഏറ്റവും അപരിഷ്കൃതവും ഏറ്റവും കുറച്ചറിയപ്പെടുന്നതുമാണ് ഈ പ്രദേശമെന്ന് തോന്നുന്നു. എത്രയായിട്ടും ഡ്രാക്കുള കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഭൂപടം നോക്കി നിർണ്ണയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ പ്രത്യേക പ്രദേശം കാണിക്കുന്ന ഭൂപടമില്ല. പക്ഷേ ഒന്ന് ഞാൻ കണ്ടെത്തി. ഡ്രാക്കുള പ്രഭുവിൻ്റെ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ബിസ്ട്രിക്സ് സാമാന്യം നന്നായി അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. രാത്രി ഉറക്കം കിട്ടിയില്ല. കിടപ്പ് സുഖമാവാഞ്ഞിട്ടല്ല, പക്ഷേ എല്ലാത്തരം അപകട സ്വപ്നങ്ങളും കണ്ടു. പുലരും വരെ എൻ്റെ മുറിക്ക് തൊട്ടു പുറത്തു നിന്ന് ഒരു നായ മൂങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ടുമായിരിക്കാം ഉറങ്ങാൻ കഴിയാഞ്ഞത്. അഥവാ ആ പൊരിച്ച കോഴിയാകാം തകരാറുണ്ടാക്കിയത്. കൂജയിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർത്തു. എന്നിട്ടും ദാഹം തീർന്നില്ല. പുലർച്ചയ്ക്കൊന്നു മയങ്ങി. വാതിൽക്കൽ നിരന്തരമായ മുട്ടുകേട്ട് ഞെട്ടി ഉണരുകയും ചെയ്തു. പ്രാതലിന് കിട്ടിയതും പൊരിച്ച കോഴി തന്നെ. കൂടെ ചോളപ്പൊടി കൊണ്ടുള്ള ഒരു തരം കഞ്ഞിയും. അത് കൊള്ളാം, പേരും നന്ന്, മാമാലിക. പക്ഷെ തിരക്കിട്ട് അകത്താക്കേണ്ടി വന്നു. വണ്ടിക്ക് ഓടിയെത്താനുള്ള ബദ്ധപ്പാട്. 7:30 സ്റ്റേഷനിലെത്തി. എന്നിട്ടോ 1 മണിക്കൂർ വണ്ടിയിൽ കയറി തൂങ്ങി പിടിച്ചിരിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നത് കിഴക്കോട്ട് പോകും തോറും വണ്ടിയുടെ സമയനിഷ്ഠ കൂടുതൽ കൂടുതൽ അവതാളത്തിലാവുകയാണെന്നാണ്. ഈ നിലയ്ക്ക് അങ്ങ് ചൈനയിലെത്തിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? അന്ന് മുഴുവൻ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില കുന്നുകൾ, കുന്നിൻ ശിഖരങ്ങളിൽ കൊച്ചു പട്ടണങ്ങളോ കോട്ടകളോ കാണാം. തോടുകളും പുഴകളും. എല്ലാ സ്റ്റേഷനുകളിലും വിവിധ തരക്കാരായ ആൾക്കാരുണ്ട്. ചിലർ നാടൻ ഉടുപ്പുകൾ അണിഞ്ഞ ഗ്രാമീണരാണെങ്കിൽ മറ്റു ചിലർ വിശേഷ വസ്ത്രധാരികൾ. അകലെ നിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾ സുന്ദരികളായി തോന്നി. ഏറ്റവും രസം തോന്നിയത് സ്ലോവാക്കുകളെ കണ്ടപ്പോഴാണ്. മറ്റുള്ളവരെക്കാൾ കാടന്മാരായിരുന്നു അവർ. എങ്കിലും നിരുപദ്രവകാരികളാണ്. ആത്മബോധം കുറഞ്ഞവരും. ബിസ്ട്രിക്സിലെത്തിയപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞിരുന്നില്ല. അവിടം അത്ഭുതങ്ങളുടെ നാടാണ്. എന്നോട് ഗോൾഡൻ ക്രൗൺ ഹോട്ടലിലേക്ക് പോകാനാണ് ഡ്രാക്കുള പ്രഭു എഴുത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒരു പഴഞ്ചൻ ഹോട്ടൽ. ഹോട്ടൽക്കാർ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് കയറിയ ഉടനെ ഒരു വൃദ്ധ എന്നെ എതിരേറ്റു. ഹെറിൽ നിന്നു വരുന്ന ഇംഗ്ലീഷുകാരനാണോ? അഭിവാദനം ചെയ്തുകൊണ്ട് അവർ ചോദിച്ചു. അതെ, ജൊനാഥൻ ഹാർക്കർ. അവർ ഒന്ന് മന്ദഹസിച്ചു. കൂടെയുണ്ടായിരുന്ന വയസ്സിനോട് എന്തോ പറയുകയും ചെയ്തു. അയാൾ പോയി ഒരു കത്ത് കൊണ്ടുവന്നു തന്നു. സുഹൃത്തെ, താങ്കൾക്ക് സ്വാഗതം. ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് സുഖമായി ഉറങ്ങൂ. ബുക്കോവിനായിലേക്കുള്ള വണ്ടി താങ്കളെ കാത്തു നിൽക്കും. ലണ്ടനിൽ നിന്ന് ഇത്രത്തോളമുള്ള യാത്ര സുഖകരമായിരുന്നുവെന്ന് വിശ്വസിക്കട്ടെ. എൻ്റെ നാട്ടിലെ താമസം ഇഷ്ടപ്പെടുമെന്നും. താങ്കളുടെ സുഹൃത്ത് ഡ്രാക്കുള. മെയ് 4. എൻ്റെ ഹോട്ടലുടമയ്ക്ക് പ്രഭുവിൻ്റെ കത്തുണ്ടായിരുന്നു. എൻ്റെ യാത്രാ സൗകര്യങ്ങളെ പറ്റിയാണ് എഴുത്ത്.
പക്ഷേ അയാൾ പൊട്ടൻ കളിക്കുകയായിരുന്നു. എൻ്റെ ജർമ്മൻ മനസ്സിലാവാത്തതുപോലെ. അത് വാസ്തവമായിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അതുവരെയും നന്നായി സംസാരിച്ചിരുന്നതാണ്. പിന്നെ അയാളുടെ ഭാര്യയും ഞങ്ങളുടെ നേരെ മിഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കത്തോടുകൂടെ തന്നെ താങ്കൾക്കുള്ള പണവും കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. ഡ്രാക്കുള പ്രഭുവിനെ പറ്റിയോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ പറ്റിയോ അവർക്കൊന്നും അറിയില്ല പോലും. രണ്ടുപേരും സ്വയം കുരിശു വരച്ചതല്ലാതെ അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. പുറപ്പെടാൻ സമയമായിരുന്നതിനാൽ വേറെ ആരോടും ചോദിക്കാൻ പറ്റിയതുമില്ല. ആകെ കുഴപ്പം. മനസ്സിനൊരു സമാധാനവുമില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആ വൃദ്ധ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്ക് പോയേ പറ്റൂ, പറയൂ, പോയേ തീരൂ. അവരുടെ തൊണ്ട വിറയ്ക്കുന്നു. ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചില പ്രധാന കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ്. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അവരോട് പറഞ്ഞപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ഇന്ന് എന്ത് ദിവസമാണ്? മെയ് 4-ാം തീയതി. ഓ, അതെനിക്കറിയാം. പക്ഷേ ഇന്ന് എന്ത് ദിവസമാണെന്നറിയുമോ? എനിക്ക് മനസ്സിലായില്ല. സെന്റ് ജോർജ് ദിനത്തിന്റെ തലേ ദിവസമാണെന്ന് അറിയുമോ? ഇന്ന് അർദ്ധരാത്രി ലോകത്തിലെ എല്ലാ പിശാചുക്കളും പുറത്തിറങ്ങും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അവരാകെ താളം തെറ്റിപ്പോയിരുന്നു. ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വെറുതെ. ഒടുവിൽ അവർ മുട്ടുകുത്തി നിന്ന് അപേക്ഷിച്ചു, പോകരുതേ എന്ന്. പുറപ്പെടാൻ 1-2 ദിവസം താമസിക്കുകയെങ്കിലും ചെയ്യണേ എന്ന്. ശുദ്ധ അസംബന്ധം. എന്നാലും മനസമാധാനം ഇല്ലാതായി. പക്ഷെ ജോലി ചെയ്തു തീർത്തേ തീരൂ. ഞാൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പോകാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി. അവർ കണ്ണുകൾ തുടച്ച് തൻ്റെ കഴുത്തിൽ നിന്നൊരു കുരിശെടുത്ത് എനിക്ക് തന്നു. എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ കഴുത്തിൽ കെട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്കു വേണ്ടി. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഞാനിപ്പോൾ വണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്നും വൈകിയേ വരൂ എന്ന് തോന്നുന്നു. ആ കുരിശ് ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. ആ വൃദ്ധയുടെ ഭയമോ ഇവിടങ്ങളിലെ ദുരാചാരമോ അതോ ഈ കുരിശു തന്നെയോ കാരണമെന്നറിയില്ല. ആകെപ്പാടെ ഒരസുഖം. എനിക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഈ കുറിപ്പ് എങ്ങനെയെങ്കിലും മീനയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ. എൻ്റെ മീന, ഞാനിതാ വിട ചോദിക്കുന്നു. അതാ വണ്ടി വരുന്നു. കൊട്ടാരം, മെയ് 5. നേരം ഉദിച്ചുയർന്നു കഴിഞ്ഞു. എനിക്ക് ഉറക്കം തീരെയില്ല. സാധാരണയായി ഉറക്കം വരുന്നതുവരെ ഞാൻ എഴുതും. വളരെ വിചിത്രമായ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഉള്ളിയും കുരുമുളകും ചേർത്ത് പൊരിച്ചെടുത്ത മൂരി ഇറച്ചിയായിരുന്നു ഉച്ചഭക്ഷണം. നാവ് തരിപ്പിക്കുന്ന വൈനും ഉണ്ടായിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ വണ്ടിയിൽ കയറി. വണ്ടിക്കാരൻ ആ സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടുവരികയാണ്. അവർ ഇടയ്ക്കിടെ എൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് സ്പഷ്ടം. പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ചിലരും എൻ്റെ നേരെ നോക്കുന്നുണ്ട്, വളരെ അനുകമ്പയോടെ. പല രാജ്യക്കാരാണവർ. എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ഞാൻ ഡിക്ഷണറി പുറത്തെടുത്ത് പരതി. അവർ ഉച്ചരിക്കുന്നതൊക്കെ അശുഭകരങ്ങളായ പദങ്ങളാണ്. ചെകുത്താൻ, നരകം, പിശാജ്, ഭൂതത്താൻ, രക്തരക്ഷസ്. ഏതായാലും ഈ വക അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ പ്രഭുവിനോട് ചോദിക്കണം. ഞങ്ങൾ പുറപ്പെട്ടു. ഹോട്ടലിന്റെ മുമ്പിൽ വളരെ ആൾക്കാർ കൂടിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും കുരിശടയാളമിട്ടു. ഈ 2 വിരലുകൾ എൻ്റെ നേരെ ചൂണ്ടുകയും ചെയ്തു. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് ഒരു സഹയാത്രികനെ കിട്ടാൻ എനിക്ക് വിഷമിക്കേണ്ടി വന്നു. ആദ്യം അയാൾ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ഇംഗ്ലീഷുകാരനാണെന്നറിഞ്ഞപ്പോൾ അയാൾ വിവരിച്ചു തന്നു. പിശാചുക്കളുടെ ബാധയിൽ നിന്ന് സംരക്ഷിക്കാനാണ് പോലും. എനിക്ക് വിമ്മിട്ടം തോന്നി. അറിയാത്ത ഒരു ദിക്കിലേക്ക്, അറിയാത്ത ഒരു വ്യക്തിയുടെ അരികിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെയധികം ലോലചിത്തരാണ്, ദയാശീലരും. അവർ വല്ലാതെ വിഷമിക്കുന്നതായി തോന്നി. ഞാനും വല്ലാതായി. ആ അന്ത്യദൃശ്യം ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. പച്ച പിടിച്ച ഓറഞ്ച് മരങ്ങളുടെ പരിശോഭയാൽ പശ്ചാത്തലമൊരുക്കപ്പെട്ട ആ മുറ്റത്ത് അവരൊക്കെ കുരിശു വരച്ച് നിശ്ചലരായി നിന്നു. വണ്ടിക്കാരൻ തൻ്റെ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. ചാട്ട ഒന്നു വീശി. 4 കൊച്ചുകുതിരകളും ഒന്നിച്ചു കുതിച്ചു. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പ്രകൃതി ദൃശ്യം അതിമനോഹരമായിരുന്നു. എന്നിലെ പൈശാചിക ഭയസങ്കല്പങ്ങളെല്ലാം എങ്ങോ പോയി. ഇടതൂർന്ന കാടുകളാൽ പച്ച പിടിച്ച പ്രദേശങ്ങൾ, ഇടയ്ക്കിടെ കൂറ്റൻ കുന്നുകൾ, അവയ്ക്ക് മുകളിൽ കാടുകളോ കർഷക കുടിലുകളോ കാണാം. എങ്ങും പഴുത്ത പഴങ്ങളുടെ പൂരം, ആപ്പിൾ, പ്ലം, ചെറി. ഈ പച്ച കുന്നുകൾക്കിടയിലൂടെ വൃത്തികെട്ട റോഡ് നീണ്ടു വളഞ്ഞു കിടന്നു. ഞങ്ങളുടെ വണ്ടി കുതിച്ചു പറക്കുകയാണ്. എന്തിനാണ് ഇത്രയും വേഗത്തിൽ പോകുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ബോർഗോ ചുരത്തിലെത്തണമെന്നായിരിക്കും വണ്ടിക്കാരന്റെ വിചാരം. പച്ചക്കുന്നുകൾക്കപ്പുറത്തുള്ള കൊടുങ്കാട് കാർപ്പാത്യൻ മലനിരയുടെ ഉച്ചി വരെ എത്തിയിരുന്നു. ഞങ്ങളുടെ ഇടത്തും വലത്തും ഈ ശ്യാമളോദാരമായ വനഭൂമി തന്നെ. സായന്തന സൂര്യന്റെ രശ്മികൾ അവക്കിടയിലൂടെ ദിവ്യമോഹനമായ വർണ്ണനൂലുകൾ ഓടിക്കുകയാണ്. അങ്ങകലെ മഞ്ഞുമൂടിയ കൊടുമുടി വരെ അത് നീണ്ടു കിടന്നു.
അങ്ങിങ്ങായി വലിയ കൊല്ലികൾ. അവയ്ക്കിടയിലൂടെ സൂര്യൻ താണു പോവുകയാണ്. ചിലയിടങ്ങളിൽ ജലപാതകൾ രജതപ്രഭ ചിതറുന്നു. ഒരു കുന്നിൻ ചോട്ടിൽ വെച്ച് ഞങ്ങളുടെ വഴി ഒന്ന് തിരിഞ്ഞു. അപ്പോൾ മുതൽ മഞ്ഞു തൊപ്പിയണിഞ്ഞ ഒരു കൂറ്റൻ കുന്നാണ്. ഒരു സുഹൃത്ത് എൻ്റെ ചുമലിൽ തട്ടി വിളിച്ചു, നോക്കൂ, ദൈവപീഠം. അയാൾ വലിയ ആദരവോടെ തല കുനിച്ചു കുരിശടയാളമിട്ടു. അവസാനമില്ലാത്ത ആ വഴിയിലൂടെ ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടേയിരുന്നു. സൂര്യൻ അകലെ താണുപോയി. നിഴലുകൾ ഞങ്ങളുടെ ചുറ്റിലും ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. മഞ്ഞു പുതച്ച ശിഖരങ്ങളിൽ അസ്തമന സൂര്യന്റെ ക്ഷീണകിരണങ്ങൾ തങ്ങി നിന്നിരുന്നു. വഴിയിൽ ഇടയ്ക്കിടെ ചില ചെക്കുകളെയും സ്ലോവാക്കുകളെയും കണ്ടു. റോഡുവക്കിൽ കണക്കറ്റ കുരിശുകൾ ഉയർന്നു നിന്നു. ഞങ്ങളുടെ വണ്ടി പോരുമ്പോൾ കണ്ടവരെല്ലാം തന്നെ കുരിശടയാളം ഇടുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് ദേവാലയങ്ങളുടെ മുമ്പിൽ ഗ്രാമീണർ ഭക്തിയിൽ ലയിച്ച് ആത്മനിർവൃതിയിൽ ആണ്ട് നിൽക്കുന്നു. ഇടയ്ക്ക് ചില നാടൻ വണ്ടികൾ. ജോലി കഴിഞ്ഞ് തിരികെ പോകുന്ന ചെക്കുകളും സ്ലോവാക്കുകളുമായിരിക്കും അവയിലൊക്കെ. നേരം ഇരുട്ടി തുടങ്ങി. തണുപ്പ് വർദ്ധിച്ചു. പ്രകാശമാനമായ സാന്ധ്യശോഭ ഇരുളിലേക്ക് അലിഞ്ഞു ചേർന്ന് എല്ലാം ഒന്നാവുന്നതുപോലെ തോന്നി. താഴ്വരകളിൽ കാടുകൾക്കിടയിലെല്ലാം നരച്ച കോടമഞ്ഞ് ഉറഞ്ഞുകൂടുകയാണ്. കാർപ്പാത്തിൻ നിരകളുടെ ഇടയിലൂടെ പ്രേതസമാനമായ മേഘശകലങ്ങൾ അനുസ്യൂതം പൊങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു കയറാൻ കൊതി തോന്നി. പക്ഷേ വണ്ടിക്കാരൻ അതിനോട് അനുകൂലിച്ചില്ല. വേണ്ട വേണ്ട, അയാൾ തുടർന്നു. നിങ്ങൾ ഇവിടെ നടക്കണ്ട. ആ നായ്ക്കൾ അത്രയും ക്രൂരന്മാരാണ്. പിന്നെ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കുറെ കാണുകയും ചെയ്യാം. അയാൾ ഒരു നിമിഷം നിന്നു. തൻ്റെ വിളക്ക് കൊളുത്തി. ഇരുട്ട് കൂടി വരുന്തോറും യാത്രക്കാരുടെ പരിഭ്രമവും വർദ്ധിച്ചു വന്നു. വണ്ടിയുടെ വേഗം പിന്നെയും കൂട്ടാൻ അവർ ഓരോരുത്തരായി ആവശ്യപ്പെടുകയായി. അയാൾ കുതിരകളെ നിർദ്ദയം പ്രഹരിച്ചു. അട്ടഹസിച്ചുകൊണ്ട് അവയെ കുതിച്ചോടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അകലെ ഒരു മങ്ങിയ പ്രകാശം കണ്ടു. കുന്നിൽ ഒരു പിളർപ്പെന്ന പോലെ. യാത്രക്കാരുടെ ഉദ്വേഗം വർദ്ധിച്ചു. വണ്ടി കടൽക്കോളിൽപ്പെട്ട ബോട്ട് പോലെ ആടിയുലഞ്ഞു. ഞാൻ വക്കിൽ പിടിച്ചിരുന്നു. പാത കുറെ കൂടി സമനിരപ്പായി. ഞങ്ങൾ പറക്കുകയാണെന്ന് തോന്നി. ഇരുവശവുമുള്ള മലനിരകൾ ഞങ്ങളുടെ അരികിലേക്ക് കുതിച്ചു വരികയാണ്. ഞങ്ങൾ ബോർഗോ ചുരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. യാത്രക്കാരിൽ പലരും എനിക്ക് പല സമ്മാനങ്ങളും തന്നു. അവയൊക്കെ എൻ്റെ മേൽ വച്ചു കെട്ടുകയായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാം ഉത്തമ വിശ്വാസത്തോടെയാണ്. പക്ഷേ അവരുടെ ആശീർവാദങ്ങൾ പോലും ഭയസമ്മിളിതമായിരുന്നു. ഞാൻ ബിസ്ട്രിറ്റ്സിലെ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ച് കണ്ടത് തന്നെ. കുരിശുവരയ്ക്കലും പിശാചിബാധയ്ക്കെതിരായിട്ടുള്ള അടയാളങ്ങളും. ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചു. യാത്രക്കാർ വണ്ടിയുടെ വക്കിലൂടെ ഇരുളിലേക്ക് ആശങ്കാകുലരായി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. തികച്ചും വിഭ്രമജനകമായ എന്തോ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയോ സംഭവിക്കാൻ പോവുകയോ ആണെന്ന് സ്പഷ്ടം. പക്ഷേ ഞാൻ ഓരോരുത്തരോടും ചോദിച്ചുവെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. സമയം നീങ്ങി. ഒടുവിൽ ഞങ്ങൾ ചുരത്തിന്റെ മറുവശത്തെത്തി. തലയ്ക്കു മുകളിൽ കറുത്തിരണ്ട മേഘങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഇടിമുഴക്കത്തിന്റെ ഭീകരമായ പ്രതിധ്വനിയും. എന്നെ പ്രഭുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നുവോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഓരോ നിമിഷവും വിളക്കിന്റെ പ്രകാശകിരണം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എങ്ങും അന്ധകാരം തന്നെ. ഞങ്ങളുടെ വണ്ടിയിലെ വിളക്കിൽ നിന്നുള്ള നേരിയ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളമണൽ നിറഞ്ഞ പാത നീണ്ടു കിടക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാം. പക്ഷേ വണ്ടിയുടെ യാതൊരു അടയാളവുമില്ല. മറ്റു യാത്രക്കാർ സന്തോഷം നിറഞ്ഞ ഒരു ദീർഘനിശ്വാസത്തോടെ പിൻവലിഞ്ഞു. എൻ്റെ വണ്ടി വന്നില്ല. എനിക്ക് നിരാശ തോന്നി. കൂട്ടുകാർ എന്നെ പരിഹസിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ വണ്ടിക്കാരൻ തൻ്റെ വാച്ചിൽ നോക്കി മറ്റുള്ളവരോടായി എന്തോ പറഞ്ഞു. പറഞ്ഞ സമയത്തിനും 1 മണിക്കൂർ മുമ്പെത്തി എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞ് ജർമ്മനിൽ പറഞ്ഞു, ഇവിടെ വണ്ടിയൊന്നുമില്ല. നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. ഇപ്പോൾ ബുക്കോവിനായിലേക്ക് വന്നോളൂ. നാളെയോ മറ്റന്നാളോ മടങ്ങാം. മറ്റന്നാളാണ് നല്ലത്. അപ്പോൾ കുതിരകൾ ചിനയ്ക്കാനും വിരളിയെടുത്ത് കുതിക്കാനും തുടങ്ങി. വണ്ടിക്കാരന് അവയെ പിടിച്ചു നിർത്തേണ്ടി വന്നു. മറ്റ് യാത്രക്കാർ ഒന്നിച്ച് ദീനസ്വരം പുറപ്പെടുവിക്കുകയും കുരിശടയാളമിടുകയും ചെയ്തു. പെട്ടെന്ന് 4 കുതിരകളെ പൂട്ടിയ ഒരു വണ്ടി പിന്നിലൂടെ വന്ന് ഞങ്ങളുടെ വണ്ടിയെ മറികടന്ന് ഓരം ചേർന്നു നിന്നു. ഞങ്ങളുടെ വിളക്കിലെ പ്രകാശം ആ കുതിരകളുടെ മേൽ പതിച്ചു. അവ നല്ല ആരോഗ്യമുള്ള കറുത്ത കുതിരകളാണ്. കിളരം കൂടിയ ഒരുത്തനാണ് ആ വണ്ടി ഓടിച്ചിരുന്നത്. തവിട്ട് നിറത്തിലുള്ള നീണ്ട താടിയും വലിയ കറുത്ത തൊപ്പിയും ഉണ്ടായിരുന്നു അയാൾക്ക്. തൊപ്പിയുടെ മറവ് കൊണ്ട് അയാളുടെ മുഖം നല്ല പോലെ കാണാൻ പറ്റിയില്ല. ജ്വലിക്കുന്ന 2 കണ്ണുകളുടെ പ്രകാശധാര മാത്രമേ കണ്ടുള്ളൂ. അയാൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞപ്പോൾ വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ണുകൾ ചുവന്ന് തിളങ്ങി. അയാൾ വണ്ടിക്കാരനോട് പറഞ്ഞു, സുഹൃത്തെ, ഇന്ന് നിങ്ങൾ കുറച്ച് നേരത്തെയായി. വണ്ടിക്കാരൻ പിറുപിറുത്തു. ഈ ഇംഗ്ലീഷുകാരന്റെ ബദ്ധപ്പാടാണ്. അപരിചിതൻ തുടർന്നു.
അതുകൊണ്ടാണ് അയാളെയും കൂട്ടി ബുക്കോവിനായിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതിയത് അല്ലേ? സുഹൃത്തെ, നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ കഴിയുകയില്ല. എനിക്ക് നന്നായി അറിയാം. എൻ്റെ കുതിരകൾക്ക് നല്ല വേഗവുമുണ്ട്. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ക്രൂരത തോന്നിക്കുന്ന ആ മുഖത്ത് ദീപത്തിൽ നിന്ന് വെളിച്ചം വീണു. ചുവന്ന് തുടുത്ത ചുണ്ടുകൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ പോലെയുള്ള വെളുത്തു കൂർത്ത പല്ലുകൾ. വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ അരികിലിരിക്കുന്ന കൂട്ടുകാരൻ്റെ ചെവിയിൽ ബർഗറുടെ ലെനോറയിലെ 2 വരി മന്ത്രിച്ചു. മൃതി പൂകിയവർക്കായി കുതികൊള്ളുക നാം വേഗം. പുതിയ വണ്ടിക്കാരൻ അത് കേട്ടുവെന്ന് തോന്നുന്നു. അയാൾ തലയുയർത്തി നോക്കി, ഭംഗിയായി മന്ദഹസിച്ചു. ആ യാത്രക്കാരൻ തല തിരിച്ചു പിടിച്ച് തൻ്റെ 2 വിരലുകൾ ഉയർത്തി കാണിച്ച് കുരിശടയാളമിട്ടു. എനിക്ക് അദ്ദേഹത്തിൻ്റെ സാമാനങ്ങൾ ഇങ്ങ് തരൂ, അയാൾ പറഞ്ഞു. എൻ്റെ സാമാനങ്ങൾ പുതിയ വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. പുതിയ വണ്ടി തൊട്ടടുത്ത് തന്നെയായിരുന്നു. അയാൾ വണ്ടിയിൽ കയറാൻ എന്നെ സഹായിച്ചു. ആ മുഷ്ടികൾ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചവയാണെന്ന് തോന്നി. അയാൾ ഒന്നും മിണ്ടാതെ കുതിരകളെ തിരിച്ചു, കടിഞ്ഞാൻ വലിച്ചു. ഞങ്ങൾ ചുരത്തിലെ അന്ധകാരത്തിലേക്ക് ഊളിയിട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. ആ വണ്ടിയിലെ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ എൻ്റെ പഴയ കൂട്ടുകാരൻ കുരിശടയാളം ഇടുന്നത് കാണായി. ആ വണ്ടിക്കാരൻ തൻ്റെ ചാട്ട ഒന്നുലച്ചു. കുതിരകളോട് എന്തോ പറഞ്ഞു. വണ്ടി ബുക്കോവിനയ്ക്ക് നേരെ നീങ്ങി. അവർ ഇരുളിൽ മറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ഏകാന്തത തോന്നി. അസഹനീയമായ ഒരു കുളിർ എന്നെ ബാധിച്ചു. അപ്പോൾ ഒരു പുതപ്പ് എൻ്റെ ചുമലിൽ വന്നു വീണു. നല്ല അസൽ ജർമ്മനിൽ എൻ്റെ വണ്ടിക്കാരൻ പറഞ്ഞു. തണുപ്പ് കൂടുതലാണ് സർ. അങ്ങേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാ ആ ഫ്ലാസ്കിൽ ബ്രാൻഡി ഉണ്ട്, വേണമെങ്കിൽ എടുത്തോളൂ. ഞാനൊന്നും എടുത്തില്ല. ആകെപ്പാടെ തെല്ല് വിചിത്രമായി തോന്നി. എങ്കിലും എനിക്ക് തീരെ ഭയം തോന്നിയില്ല. വണ്ടി നേരെ കുതിച്ചു പായുകയാണ്. പാത ഒരു വശത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ വേറൊരു പാതയിലൂടെയാണ് ഗതി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഒരേ വഴിയിലൂടെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചില അടയാളങ്ങൾ ശ്രദ്ധിച്ചു. എൻ്റെ നിഗമനം ശരിയായിരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ സാരമെന്ന് വണ്ടിക്കാരനോട് ചോദിച്ചാലോ? പക്ഷെ എനിക്കെന്തോ ഒരു ഭയം. കാരണം എൻ്റെ സ്ഥിതി അത്തരത്തിലാണ്. വെറുതെ വൈകിക്കുന്നതിനെതിരായി ഞാൻ എന്തു പ്രതിഷേധം ഉയർത്തിയാലും അതൊക്കെ നിഷ്ഫലമാണ്. സമയം നീങ്ങുന്നില്ല. എനിക്ക് ആശങ്ക വർദ്ധിച്ചു. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഞാൻ വാച്ചു നോക്കി. സമയം പാതിരയോടടുക്കുകയാണ്. ഞാനൊന്ന് നടുങ്ങിപ്പോയി. നിറഞ്ഞ പാതിര. അന്ധവിശ്വാസങ്ങൾക്ക് ശക്തി കൂടുകയാണ്. ചുറ്റുപാടുകൾ അതിന് വളം വയ്ക്കുന്നു. ആശങ്കാകുലമായ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അങ്ങകലെ ഏതോ നാടൻ പട്ടി മോങ്ങാൻ തുടങ്ങി. അത് വല്ലാതെ നൊന്ത് നിലവിളിക്കുന്നത് പോലെ തോന്നി. അതിനെ തുടർന്ന് വേറൊന്ന് ആരംഭിച്ചു. വീണ്ടും മറ്റൊന്ന്. ചുരത്തിലെ വായു ഞരങ്ങിക്കൊണ്ട് ദീർഘശ്വാസം വലിക്കുകയാണ്. പട്ടികളുടെ മോങ്ങൽ അതിലൂടെ ഇഴഞ്ഞിഴഞ്ഞെത്തുന്നു. ഒടുവിൽ അതൊരു പൈശാചികമായ അലർച്ചയായി മാറി. അത് എല്ലാ ഭാഗത്തു നിന്നും ഒന്നിച്ചുയർന്നു. അന്തരീക്ഷം കൊടുമ്പിരി കൊണ്ടു. മോങ്ങൽ ആദ്യമായി കേട്ടപ്പോൾ തന്നെ കുതിരകൾ വിറളിയെടുത്തു. വണ്ടിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞ് അവയെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും അവ വിറയ്ക്കുകയായിരുന്നു. അവയുടെ വിയർപ്പ് ഊർന്നൊഴുകി. പിന്നീട് അകലെ അകലെ മലയുടെ ഇരുവശത്തു നിന്നും കുറെ കൂടി ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കായി. ഇപ്പോൾ അത് അധികം കർക്കശമായിരുന്നില്ല. പട്ടികളല്ല, ചെന്നായ്ക്കൾ. കുതിരകളും ഞാനും ഒരുപോലെ വിറച്ചുപോയി. കുതിരകൾ വെകിളി പിടിച്ചു ചാടാൻ തുടങ്ങി. ഞാനാകട്ടെ വണ്ടിയിൽ നിന്ന് ചാടി ഓടാൻ ഭാവിക്കുകയായിരുന്നു. കുതിരകളെ അടക്കി നിർത്താൻ വണ്ടിക്കാരന് തൻ്റെ കരുത്ത് മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. സമയം കുറെ കഴിഞ്ഞു കാണും. എങ്ങനെയോ ആ ശബ്ദവുമായി എൻ്റെ കാതുകൾ ഇതിനകം ഇണങ്ങിക്കഴിഞ്ഞുവെന്ന് തോന്നി. കുതിരകളും ഒന്നടങ്ങിയിരിക്കുന്നു. വണ്ടിക്കാരൻ താഴെ ഇറങ്ങി അവയെ തൊട്ടു തഴുകി ഇണക്കുകയാണ്. അഭൂതപൂർവമായ ശക്തിയോടെ അയാൾ അവയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഇപ്പോൾ അവ തികച്ചും മെരുങ്ങിയിരിക്കുന്നു. എന്നാലും കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. വണ്ടിക്കാരൻ വീണ്ടും തൻ്റെ സ്ഥാനത്ത് കയറിയിരുന്നു. കടിഞ്ഞാൻ വലിച്ച് യാത്ര തുടർന്നു. ഈ പ്രാവശ്യവും ചുരത്തിലൂടെ കുറേയധികം ദൂരം പോയ ശേഷം വണ്ടി പെട്ടെന്ന് ഒരു വീതി കുറഞ്ഞ പാതയിലേക്ക് തിരിഞ്ഞു. ഈ പാത വലത്തോട്ടാണ് പോകുന്നത്. വൃക്ഷശാഖകൾ റോഡിനു മീതെ കമാനം പോലെ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾ ഒരു തുരങ്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. വീണ്ടും പാതയുടെ ഇരുവശത്തും കരിമ്പാറക്കെട്ടുകൾ തന്നെയായി. ഞങ്ങളുടെ മാർഗം തികച്ചും സുരക്ഷിതമാണ്. എങ്കിലും ഒരു കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. പാറക്കെട്ടുകൾക്കിടയിലൂടെ കാറ്റ് ശക്തിയായി ചൂളം വിളിക്കുന്നു. വൃക്ഷശാഖകൾ കൂട്ടിയിടിക്കുന്നു. ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക തന്നെയാണ്. തണുപ്പ് ഏറി വന്നു. പൊടിമഞ്ഞ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. പ്രകൃതി ഒരു വെള്ള കരിമ്പടം കൊണ്ട് പുതയ്ക്കുകയാണ്. പട്ടികൾ മോങ്ങുന്ന ശബ്ദം കാറ്റിലൂടെ ഇഴഞ്ഞെത്തുന്നുമുണ്ട്. മുന്നോട്ടു പോകും തോറും അത് നേർത്ത് വന്നു. ചെന്നായ്ക്കളുടെ ഊരി അടുത്തടുത്ത് വന്നു. അവ ഞങ്ങളെ വലയം ചെയ്യുകയാണെന്ന് തോന്നി. എൻ്റെ ഉള്ളം ഭയന്ന് കിടിലം കൊണ്ടു.
കുതിരകളും അസ്വസ്ഥമാവുകയാണ്. പക്ഷേ എന്തോ വണ്ടിക്കാരന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അയാൾ ഗൗരവത്തിൽ ഇരുവശത്തേക്കും തല വെട്ടിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ഇരുളിൽ യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തൊട്ടകലെ ഒരു നീല വെളിച്ചം കണ്ടു. അത് വണ്ടിക്കാരന്റെ കണ്ണിലും പെട്ടു. അയാൾ പൊടുന്നനെ കുതിരകളെ നിർത്തി ചാടിയിറങ്ങി ഇരുളിൽ മറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതായി. ചെന്നായ്ക്കളുടെ അലർച്ച അടുത്തടുത്ത് വരികയാണ്. എനിക്ക് ആകെ പരിഭ്രമമായി. വണ്ടിക്കാരൻ ഉടൻ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരക്ഷരം ഉരിയാടാതെ വീണ്ടും സ്വസ്ഥാനത്ത് കയറിയിരുന്ന് യാത്ര തുടർന്നു. ഞാൻ സ്വപ്നം കാണുകയായിരുന്നിരിക്കണം. കാരണം ഇപ്പോഴും യാത്ര തുടരുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കി. ഒക്കെ ഒരു സ്വപ്നമാണോ? ഒരിക്കൽ ആ ദീപജ്വാല പാതയുടെ വളരെ അരികിലായി പ്രത്യക്ഷപ്പെട്ടു. ചുറ്റും നിബിഡമായ അന്ധകാരം തന്നെ. എങ്കിലും എനിക്ക് വണ്ടിക്കാരന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ആ നീല വെളിച്ചം കണ്ടിടത്തേക്ക് തന്നെയാണ് വണ്ടി പോകുന്നത്. ആ വെളിച്ചം വളരെ മങ്ങിയതാണെന്ന് തോന്നുന്നു. ചുറ്റും തീരെ പ്രകാശിതമായിരുന്നില്ല. ഒരിക്കൽ ഒരു വിചിത്രമായ അനുഭവമുണ്ടായി. വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കെ അയാൾ എന്റെയും ആ നീല വെളിച്ചത്തിന്റെയും മധ്യത്തിലായി വന്നു. എന്നിട്ടും ആ ജ്വാല തീരെ മറയ്ക്കപ്പെട്ടില്ല. അത് പ്രേതതുല്യമായി ജ്വലിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊന്നും പരിഭ്രമിക്കാതിരുന്നില്ല. പക്ഷേ അത് ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു. എൻ്റെ കണ്ണുകൾ തെറ്റിപ്പോയതായിരിക്കും. പിന്നെ തെല്ല് നേരത്തേക്ക് ആ നീല വെളിച്ചം കണ്ടില്ല. ഞങ്ങൾ മേലോട്ട് തന്നെ കയറിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും ചെന്നായ്ക്കൾ ഓരിയിടുന്നുണ്ട്. അവ ചലിക്കുന്ന വൃത്തത്തിൽ ഞങ്ങളെ പിന്തുടരുകയാണോ? വണ്ടിക്കാരൻ ഒരിക്കൽ കൂടി വണ്ടി നിർത്തി ഇരുളിലേക്ക് മറഞ്ഞു. ഇത്തവണ മുമ്പത്തേക്കാളും സമയമെടുത്തു. അതിനിടെ കുതിരകൾ എപ്പോഴത്തേക്കാളും അധികം ഭയന്ന് വെകിളി പിടിച്ചു തുള്ളാൻ തുടങ്ങി. എനിക്കതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ചെന്നായ്ക്കളുടെ അലർച്ച നിലച്ചിരിക്കുന്നു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ നിന്ന് ചന്ദ്രൻ പുറത്തു വന്നു. കരിമ്പാറക്കെട്ടുകൾക്ക് മീതെ ചന്ദ്രിക പരന്നൊഴുകി. ഞാൻ ചുറ്റും നോക്കി. ചെന്നായ്ക്കളുടെ ഒരു വലയം. വെളുത്ത നീണ്ട തേറ്റപ്പല്ലുകൾ, ചുവന്ന് തൂങ്ങിക്കിടന്ന ആടുന്ന നാവുകൾ, നീണ്ട ഒഴുക്കനായ ദേഹം, ജട പിടിച്ച രോമങ്ങൾ. അവ നിശബ്ദമായി നിൽക്കുകയാണ്. അത് കൂടുതൽ ഭയാനകമായിരുന്നു. ഞാൻ ഉൾക്കിടിലം കൊണ്ട് തളരുകയാണോ? അത് വിവരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത്തരം ഭീകരതയുമായി ഏറ്റുമുട്ടിയാലേ നിങ്ങൾക്കതറിയാൻ കഴിയൂ. പെട്ടെന്ന് അവ അലറാൻ തുടങ്ങി. പൂനിലാവ് അവയെ മത്തുപിടിപ്പിച്ചിരിക്കുമോ? കുതിരകൾ നിന്ന് തുള്ളി പിന്നോക്കം ചവിട്ടി തുടങ്ങി. അവ നിസ്സഹായരായി ചുറ്റും നോക്കുകയാണ്. പക്ഷേ ഭീകരതയുടെ ആ സജീവ വലയം അവ ചുളുങ്ങിപ്പോയി. ഞാൻ വണ്ടിക്കാരനെ ഉറക്കെ വിളിച്ചു. ആ വലയം ഭേദിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നി. അയാൾക്ക് ഇങ്ങോട്ട് വരാനും കഴിയില്ല. ഞാൻ ഉറക്കെ ഒച്ചയിട്ടു. വണ്ടിയുടെ പാർശ്വത്തിൽ അടിച്ചു. ശബ്ദം കേട്ടാൽ ചെന്നായ്ക്കൾ വിരണ്ടോടിയെങ്കിലോ? അയാൾ വന്നു. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അയാളുടെ ശബ്ദം കേട്ടു. സുദൃഢമായ ആജ്ഞാസ്വരം. ഞാൻ അങ്ങോട്ട് നോക്കി. അയാൾ റോഡ് വക്കിൽ നിൽക്കുന്നു. അയാൾ തൻ്റെ നീണ്ട കൈകൾ ഉയർത്തി വീശി എന്തോ തട്ടി നീക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ചെന്നായ്ക്കൾ പിന്നോട്ട് നീങ്ങി. ഒരു ഇരുണ്ട മേഘശകലം ചന്ദ്രബിംബത്തെ മറച്ചുകൊണ്ട് കടന്നുപോയി. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ ഇരുട്ടിലാണ്ടു. വീണ്ടും പ്രകാശം പരന്നു. അപ്പോൾ അയാൾ വണ്ടിയിലേക്ക് കയറുകയായിരുന്നു. ചെന്നായ്ക്കളെല്ലാം എങ്ങോ പോയി മറഞ്ഞിരുന്നു. എല്ലാം തികച്ചും വിചിത്രവും വിസ്മയജനകവും. ഒരു വല്ലാത്ത ഭയം എന്നെ ഗ്രസിച്ചു. എനിക്ക് അനങ്ങാനോ ശബ്ദിക്കാനോ കഴിഞ്ഞില്ല. സമയം നീങ്ങുന്നില്ലേ? എങ്ങും അന്ധകാരമയമാണ്. കൂട്ടം കൂട്ടമായി വരുന്ന കരിമേഘ ശകലങ്ങൾ കൊണ്ട് അന്തരീക്ഷം മൂടി. ഇപ്പോൾ വഴി കയറ്റമാണ്. ഇടയ്ക്കിടെ കുത്തനെയുള്ള ഇറക്കവും. പെട്ടെന്ന് എനിക്ക് ബോധം വീണ്ടും കിട്ടിയ പോലെ തോന്നി. ഇപ്പോൾ ഞങ്ങൾ പഴകി ജീർണിച്ച ഒരു കൂറ്റൻ കൊട്ടാരത്തിന്റെ മുറ്റത്താണ്. വണ്ടിക്കാരൻ കുതിരകളെ വലിച്ചു നിർത്തുന്നു. കൊട്ടാരത്തിന് കറുത്തിരുണ്ട വലിയ ജനലകളുണ്ട്. പക്ഷേ അവിടെയെങ്ങും വെളിച്ചത്തിന്റെ ലാഞ്ചന പോലുമില്ല. കൊട്ടാരത്തിന്റെ പരുപരുത്ത കൂറ്റൻ കരിങ്കൽ ചുമർ ചന്ദ്രികാചർച്ചിതമായ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നു.